Extraction കഴിഞ്ഞ് third day, severe pain വരുന്നോ? Extra normal? This is dry socket. Hi friends, ഇന്നത്തെ topic dry socket or alveolar osteitis. Clinical daily കാണുന്ന emergency. Dry socket എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായി പറഞ്ഞാൽ it is the inflammation of alveolar bone after extraction due to dislodged clot. നോർമൽ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് 24 ഹവേഴ്സിൽ ബ്ലഡ് ക്ലോട്ട് ഫോം ആവും. ഇത് സോക്കറ്റിൻ്റെ ബാൻഡേജ് ആണ്. ഇത് പോയി കഴിഞ്ഞാൽ ബോൺ എക്സ്പോസ് ആവും, ഫുഡ് ആൻഡ് ബാക്ടീരിയാസ് ഉള്ളിൽ കയറും ആൻഡ് കോസസ് സിവിയർ പെയിൻ. സോ ഡ്രൈ സോക്കറ്റിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടൈമിംഗ്. ദാറ്റ് ഈസ് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് 2 to 3 days കഴിഞ്ഞിട്ടായിരിക്കും. On the day of extraction, pain normal ആണ്, but 2 to 3 days after extraction, pain starts. Second one, pain. What is the nature of pain? Severe throbbing, radiating type of pain. ഇയർ നെക്ക് വരെയൊക്കെ റേഡിയേറ്റ് ആവും. പേഷ്യൻ്റ് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയും, അത്രയും സിവിയർ പെയിൻ ആയിരിക്കും. തേർഡ് വൺ, എക്സാമിനേഷൻ. ഓൺ എക്സാമിനേഷൻ വി ക്യാൻ സീ എംപ്റ്റി സോക്കറ്റ് വിത്ത് നോ ബ്ലഡ് ക്ലോട്ട്. ബ്ലഡ് ക്ലോട്ട് ആബ്സെൻ്റ് ആയിരിക്കും. ബോൺ ഈസ് വിസിബിൾ ആൻഡ് പേഷ്യൻ്റ് ഹിസ്റ്ററിയിൽ ഫോൾ സ്മെൽ ആൻഡ് ബാഡ് ടേസ്റ്റ് പറയും. ഫോർത്ത് വൺ ഈസ് നെഗറ്റീവ്സ്. ഡ്രൈ സോക്കറ്റിൽ നോ സ്വെല്ലിംഗ് ആൻഡ് പസ് പ്രസൻറ്റ്. സ്വെല്ലിംഗ് ആബ്സെൻ്റ് ആയിരിക്കും, പസ് ആബ്സെൻ്റ് ആയിരിക്കും ആൻഡ് ഫീവർ ഉണ്ടാവില്ല. ആൻഡ് ലിംനോട്സ് ഓൺ എക്സാമിനേഷൻ വി ക്യാൻ സീ ഇറ്റ്സ് നോർമൽ ലിംനോട്സ്. സോ ആ ഒരു ഫീച്ചറാണ് നമുക്ക് ആബ്സസ് എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആബ്സസ് ആൻഡ് ഡ്രൈ സോക്കറ്റ്. ഇവിടെ സ്വെല്ലിംഗ്, പസ് എല്ലാം ആബ്സെൻ്റ് ആയിരിക്കും, ഫീവർ ഉണ്ടാവില്ല ആൻഡ് ലിംനോട്സ് എല്ലാം നോർമൽ ആയിരിക്കും. സോ എന്തുകൊണ്ട് ക്ലോട്ട് ഫോം ആവില്ല? വാട്ട് ആർ ദ 6 മേജർ റീസൺസ് ഫോർ ഡ്രൈ സോക്കറ്റ്? ഫസ്റ്റ് വൺ ഈസ് ട്രോമാറ്റിക് എക്സ്ട്രാക്ഷൻ. ട്രോമാറ്റിക് എക്സ്ട്രാക്ഷനിൽ ബോൺ ഡാമേജ് കൂടുതൽ വരുമ്പം ക്ലോട്ട് ഫോം ആവില്ല. ദാറ്റ് ഈസ് എ ഫസ്റ്റ് റീസൺ. സെക്കൻഡ് വൺ ഈസ് സ്മോക്കിംഗ്. സ്മോക്കിങ്ങിൽ നിക്കോട്ടിനാണ് വരുന്നത്. നിക്കോട്ടിൻ കോസസ് വാസോ കൺസ്ട്രിക്ഷൻ ആൻഡ് ഡിക്രീസസ് ദ ബ്ലഡ് സപ്ലൈ. ദിസ് ഈസ് ദ നമ്പർ 1 റിസ്ക് ഫാക്ടർ ഫോർ ഡ്രൈ സോക്കറ്റ്, സ്മോക്കിംഗ്. തേർഡ് വൺ ഈസ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൽ ഈസ്ട്രോജനാണ് വരുന്നത്. ഈസ്ട്രോജൻ ഇൻക്രീസസ് ഫൈബ്രിനോലൈസിസ് ആൻഡ് ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് പുവർ ഓറൽ ഹൈജീൻ. ദാറ്റ് ഈസ് ബാക്ടീരിയാസ് കൂടുതൽ വരുമ്പം ക്ലോട്ടിന് ബ്രേക്ക് ആവും ആൻഡ് ഡ്രൈ സോക്കറ്റിന് ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വിസ്ഡം ടൂത്ത്. ദാറ്റ് ഈസ് മാൻഡിബുലാർ തേർഡ് മോളാസ്. മാൻഡിബുലാർ തേർഡ് മോളാസിന് ഡ്രൈ സോക്കറ്റിന് ചാൻസ് വളരെ കൂടുതലാണ് ബിക്കോസ് ഓഫ് ഡെൻസ് ബോൺ ആൻഡ് റെഡ്യൂസ് ബ്ലഡ് സപ്ലൈ. ഇതൊരു MCQ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൂത്ത് ഈസ് ഹാവിംഗ് മോർ ചാൻസ് ഫോർ ഡ്രൈ സോക്കറ്റ്? ദാറ്റ് ഈസ് മാൻഡിബുലാർ തേർഡ് മോളാസ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പ്രീവിയസ് ഡ്രൈ സോക്കറ്റ്. ഒരു പ്രാവശ്യം ഡ്രൈ സോക്കറ്റ് വന്നാൽ പിന്നെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ദീസ് ആർ ദ കോസസ് ഓഫ് ഡ്രൈ സോക്കറ്റ്. സോ ഡ്രൈ സോക്കറ്റിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ, സോക്കറ്റ് നന്നായിട്ട് ഇറിഗേറ്റ് ചെയ്യുക. സലൈൻ ഓർ ബീറ്റാഡിൻ ഇറിഗേഷൻ. ഫുഡ് ഡെബ്രിസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് വൺ ഈസ് ഡ്രസ്സിങ്. ദാറ്റ് ഈസ് സിങ്ക് ഓക്സൈഡ് യൂജിനോൾ പേസ്റ്റ് പ്ലസ് ആഡോഫോം ഗോസ് ആണ് യൂസ് ചെയ്യാറ്. ഡ്രസ്സിങ് യു ഹാവ് ടു ചേഞ്ച് എവരി 3 days ആൻഡ് ഇറ്റ് കവേഴ്സ് ദ നെർവ് എൻഡിങ് സോ ദാറ്റ് പേഷ്യൻറ്റിന് പെയിൻ ഫീൽ ചെയ്യില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കണം. ഐബുപ്രോഫെൻ പ്ലസ് പാരസെറ്റാമോൾ കോമ്പിനേഷനാണ് യൂഷ്വലി കൊടുക്കാറ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ. ദാറ്റ് ഈസ് പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കണം ആഫ്റ്റർ എക്സ്ട്രാക്ഷൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്പിറ്റിംഗ് ചെയ്യരുത്, സ്ട്രോ യൂസ് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. സ്മോക്കിംഗ് ചെയ്യരുത് ആൻഡ് വാം സലൈൻ ഡ്രിങ്ക്സ് പറയണം ആഫ്റ്റർ 24 hours. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് പേഷ്യന് നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പേഷ്യനോട് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ പറയണം, സ്ട്രോ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ പറയണം, സ്പിറ്റിംഗ് ഒഴിവാക്കാൻ പറയണം, വിഗറസ് ആയിട്ടുള്ള സ്പിറ്റിംഗ് ഒഴിവാക്കാൻ പറയണം അറ്റ്ലീസ്റ്റ് ഫോർ 48 hours, ഹോട്ട് ഫുഡ്സ് ഒഴിവാക്കാൻ പറയണം ഫോർ 24 hours. ദെൻ പേഷ്യനോട് ഗോസിൽ ബൈറ്റ് ചെയ്യാൻ പറയണം അറ്റ്ലീസ്റ്റ് ഫോർ 30 minutes, സോഫ്റ്റ് ഡയറ്റ് പറയണം ഫോർ 2 days, ദെൻ വാം സലൈൻ ഗാഗിൾ ആഫ്റ്റർ 24 hours. നെക്സ്റ്റ്, വൈവയിൽ യൂഷ്വലി ചോദിക്കാറുള്ള 3 മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. നെയിം ദ ഡ്രസ്സിംഗ് യൂസ്ഡ് ഇൻ ഡ്രൈ സോക്കറ്റ്. അതിൻ്റെ ആൻസർ ആൽവെജൈൽ. ദാറ്റ് ഇസ് കണ്ടൻസ, അയഡോഫോം, ബ്യൂട്ടാംബൻ, യൂജിനോൾ. അയഡോഫോം വിച്ച് ഈസ് ആൻറ്റിസെപ്റ്റിക്, ബ്യൂട്ടാംബൻ ഈസ് അനസ്തെറ്റിക്, യൂജിനോൾ ഈസ് ഒപ്റ്റൻറ്റൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വൈ നോ ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ഡ്രൈ സോക്കറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഫൈബ്രിനോലൈസിസ് ഓഫ് ക്ലോട്ട്. ഇറ്റ്സ് നോട്ട് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. പസ് ആൻഡ് ഫീവർ ഒക്കെ ആബ്സെൻ്റ് ആണ്. സോ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഹീൽ? യൂഷ്വലി ഇറ്റ് ടേക്സ് 7 to 10 days. നമ്മൾ ഡ്രസ്സിങ് നമ്മൾ കൊടുത്ത് 3 days പേഷ്യൻറ്റ് ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് വിസിറ്റിൽ തന്നെ റിക്കവർ ആവും. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സ്റ്റേ ഹെൽത്തി ആൻഡ് കീപ് സ്റ്റഡിയിങ്. താങ്ക് യു.